ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് ഇപ്പോൾ കോടതി വിധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷ കിട്ടും എന്നത് കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രീഷ്മ എന്ന കൊടും കുറ്റവാളിക്ക് ഒരു ജീവപര്യന്തത്തിൽ കുറഞ്ഞ് ഒരു ജീവപര്യന്തത്തിൽ കൂടുതൽ ഒന്നും കിട്ടില്ല, അത് ഉറപ്പാണ്. അതുപോലും ചിലപ്പോൾ 7-8 വർഷം കൊണ്ട് ചിലപ്പം നല്ല നടപ്പിനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വച്ചിട്ട് വിട്ടയക്കും. കൂടിപ്പോൾ ഒരു 7-8 കൊല്ലത്തിൽ കൂടുതൽ ഗ്രീഷ്മയെ ആരും ജയിലിലൊന്നും ഇടാൻ പോകുന്നില്ല. ചിലപ്പോൾ 10 വർഷം കൊടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല, 10 വർഷം ശിക്ഷ കൊടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം കുറ്റവാളിയാണ്. ഇവർക്ക് ഇതിനു മുമ്പ് കുറ്റം ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പിന്നെ പ്രായം, വിദ്യാഭ്യാസം, പെണ്ണെന്ന പരിഗണന, ഇത്രയും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും കൂടിപ്പോയ 10 കൊല്ലത്തിൽ കൂടുതൽ ഒരു ശിക്ഷയും കോടതി കൊടുക്കാനുള്ള സാധ്യതയില്ല. അപ്പം ഒരു പെണ്ണ് എന്ത് ചെയ്താലും ഇതുപോലത്തെ ഇതൊരാണാണ് ചെയ്തതെങ്കിൽ ഇപ്പം അവന് ഇരട്ട ജീവപര്യന്തം, അല്ലെങ്കിൽ തൂക്കുകയർ കൊടുക്കില്ല, ഇരട്ട ജീവപര്യന്തം കൊടുത്തിരിക്കും കുറഞ്ഞത്. അങ്ങനെയുള്ള ഒരു കേസിൽ ഇവക്ക് കിട്ടിയത് ആകെ കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ ഒരു 10 കൊല്ലമായിരിക്കും. അതുപോലും ഒരു നല്ലൊരു വക്കീൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് വലിച്ച് കീറിക്കളയേണ്ട കേസായി മാറും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മരണമൊഴിയിൽ പോലും ഇവളുടെ പേര് പറഞ്ഞിട്ടില്ല. മരണമൊഴിയിൽ പോലും പയ്യൻ ഇവളുടെ പേര് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഇതിനകത്ത് ഇവള് കൊടുത്ത കഷായത്തിൻ്റെ ഒരു അംശം പോലും ഇവൻ്റെ ബോഡിയിൽ നിന്ന് കണ്ടെടുത്തതിന് തെളിവില്ല. കാരണം ഇത് കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവന് ഇതേപോലെ മരണം സംഭവിച്ചത്. അതിന് ശേഷമാണ് ഈ കഷായമാണെന്ന് തെളിഞ്ഞത്. പക്ഷെ കഷായമൊക്കെ ഇവൻ്റെ ബോഡിയിൽ നിന്നും രക്തം എടുത്ത് കളഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവൻ മരണത്തിനിരയായത്. അപ്പോൾ അതുപോലെ ശരീരത്തിനുള്ളിൽ ആ ഒരു കഷായത്തിൻ്റെ അംശമില്ല. കാരണം അത് പോയി കഴിഞ്ഞു. അതാണ് ഇതിൻ്റെ മരണകാരണമെന്ന് അറിഞ്ഞത് ഏറെ വൈകിയാണ്. മരണകാരണമെന്ന് വെച്ചാൽ ഇതാണ് അവൻ്റെ അസുഖത്തിന് കാരണമെന്ന് ഡോക്ടർമാർ തിരിച്ചറിഞ്ഞത് പോലും ഏറെ വൈകിയാണ്. അതുകൊണ്ട് അവൻ്റെ ശരീരത്തിൽ നിന്ന് പോലും ഈ ഒരു കഷായത്തിൻ്റെ അംശം കിട്ടിയിട്ടില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് വെറുതെ വലിച്ചു കയറി കളയാന്നുള്ളൊരു കേസ് മാത്രമായിട്ട് മാറും. ഇതൊരു നല്ലൊരു വക്കീൽ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ രാമൻപിള്ള വക്കീലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ കോടതിയിൽ പറഞ്ഞ് തന്നെ അവിടെ വെച്ച് കേസ് പൊട്ടിച്ച് കൈ കൊടുക്കും. ആ രീതിയിലുള്ളൊരു കേസാണ്. അതുകൊണ്ടാണ് ഇത്രയും നാൾ ഈ രേഷ്മ എന്ന് പറയുന്ന പെണ്ണ് ഇത്രയും അലംഭാവത്തോടു കൂടി ഒരു ശ്രദ്ധയില്ലാതെ അവൾ ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് നടന്നത്. കാരണം ഈ കേസ് നിലനിൽക്കൂലെന്ന് അവൾക്ക് മനസ്സിലായി. പിന്നെ ഇതിൻ്റെ കഷായ കുപ്പിയോ ഒന്നും ഇവളുടെ വീട്ടിൽ നിന്നും പിടിച്ചിട്ടില്ല. അങ്ങനെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ആയുധം എന്ന് പറയുന്നത് തന്നെ, ഈ കൊലപാതകത്തിൻ്റെ ആയുധം എന്ന് പറയുന്നത് വിഷമാണ്. വിഷം ഇവളുടെ വീട്ടിൽ നിന്ന് പിടിച്ചിട്ടില്ല. വിഷം ഇവളുടെ വീട്ടിൽ നിന്ന് പിടിക്കാത്തത് കൊണ്ട് തന്നെ ആയുധം കണ്ടെത്തിയിട്ടില്ല. കൊലപാതകയിൽ നിന്ന് കയ്യിൽ നിന്നും ആയുധം കണ്ടെത്തിയിട്ടില്ല. ഇതൊരു നിഗമനം, ഏകദേശം ഒരു നിഗമനം മാത്രമാണ് ഇതിനകത്തുള്ളത്. പിന്നെ അവളുടെ കുറ്റസമ്മതം, അവൾ കോടതിയിലൊന്നും കുറ്റം സമ്മതിച്ചിട്ടില്ലെങ്കിലും പോലീസുകാരോട് ഇതെല്ലാം സമ്മതിച്ച് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ എങ്ങനെ പോയാലും ഒരു സ്ത്രീ എന്ത് കുറ്റം ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് മാക്സിമം കിട്ടാൻ പോകുന്ന ഒരു ജീവപര്യന്തമായിരിക്കും. പക്ഷെ അവൻ്റെ ജീവൻ പോയി. ഇതൊരു പുരുഷനായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ശിക്ഷയ്ക്ക് പോലും സ്ത്രീകൾക്കാണ് മുൻഗണന എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ ഇന്ന് വിധി വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ശിക്ഷ വിധിക്കുമ്പോഴത്തേക്കും ഒരു ജീവപര്യന്തത്തിൽ കൂടുതൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തം എന്ന് പറയുന്ന സംഭവം ഇവർക്ക് കൊടുക്കുമോ? കൂടിപ്പോയാൽ എൻ്റെ അഭിപ്രായത്തിൽ ജീവപര്യന്തം പോലും കൊടുക്കാനുള്ള സാധ്യതയില്ല. കാരണം 10 കൊല്ലം ശിക്ഷ, അത് മാത്രമേ കൊടുക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പം നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർക്ക് ഏത് ശിക്ഷയാണ് ഇവരുടെ ഈ ഒരു